CMRലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ്. ഇരു കൂട്ടരും തയ്യാറാണെങ്കിൽ ഇന്നു തന്നെ അപ്പീൽ ഹർജിയിൽ വാദം പൂർത്തിയാക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് അറിയിക്കുകയാണ്. അപ്പീലിൽ വേഗത്തിൽ തീരുമാനമെടുക്കാം. ഇടക്കാല ഉത്തരവ് ഇല്ലെന്ന് കോടതി. ഇന്ന് തന്നെ വാദം കേൾക്കാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുകയും ചെയ്യുന്നു. ബിനിൽ, ഇടക്കാല ഉത്തരവ് ഇന്നില്ല എന്നുള്ളതാണോ? എന്താണ് കോടതിയിൽ സംഭവിക്കുന്നത്? ഹൈക്കോടതി ഈ CMRന്റെ അപ്പീൽ ഹർജിയിൽ വേഗത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ ഇടക്കാല ഉത്തരവ് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കി. വേഗത്തിൽ തന്നെ വാദം കേട്ട് തീരുമാനമെടുക്കാമെന്നതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട്. കാരണം ഇത്രയും പഴക്കമുള്ള ഒരു കേസാണ്, വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ അപ്പീലിൽ വേഗത്തിൽ തീരുമാനമെടുക്കാം എന്ന നിലപാടാണ് ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവനും KV ജയകുമാർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങൾ അതിന് സജ്ജരാണ് എന്ന കാര്യവും കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശനും ഷുഹൈബ് ഹുസൈനുമാണ് കോടതിയിൽ ഹാജരായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെയാണ് CMRൽ ഹാജരാക്കിയിരിക്കുന്നത്. CMRൽ തുടക്കത്തിൽ തന്നെ ഈ കേസിൽ എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എതിർപ്പ് എന്ന് പറയുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ അന്വേഷണം നടത്തുമ്പോൾ മറ്റൊരു ഏജൻസിയുടെ FIRO ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസോ EDക്ക് അന്വേഷിക്കാൻ കഴിയുന്ന ഒഫൻസോ വന്നിട്ടില്ല. ഇതുവരെ ഈ കേസിലെ ഒരു അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നതാണ് അവരുടെ നിലപാട്. കാരണം SFIയുടെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് നിലവിലുണ്ട്. ആ കേസിന്റെ അന്തിമ തീർപ്പിന് വിധേയമായിരിക്കും ഈ റിപ്പോർട്ട് എന്നതാണ് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു അന്തിമ റിപ്പോർട്ടായി കാണാൻ കഴിയില്ല എന്നതാണ് CMRന്റെ നിലപാട്. അതുകൊണ്ട് അവർ ഇതുവരെ ഈ CMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു PMLA പ്രകാരമുള്ള അന്വേഷണം നടത്താൻ സാധിക്കും എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയത് SFIയുടെ റിപ്പോർട്ട് വന്നതോടുകൂടി അതിൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ്, അതായത് PMLA പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യം വെളിവായിരിക്കുന്നു. അതുകൊണ്ട് അന്വേഷണത്തിന് തടസ്സമില്ല എന്നതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ന്യായം. അതിനെയാണ് CMRൽ തുടക്കത്തിൽ തന്നെ കോടതിയിൽ എതിർത്തിരിക്കുന്നത്. ഇപ്പോൾ CMRന്റെ വാദമാണ് നടക്കുന്നത്. അതിനുശേഷം കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരുടെ വാദവും ഉണ്ടാകും.